നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നുണ്ട് വിശേഷം? സുഖമൊക്കെയാണോ? എനിക്ക് ജലദോഷവും കഫക്കെട്ടും പനിയില്ല ജലദോഷവും കഫക്കെട്ടും ഒക്കെ ഇല്ലേ. ഇപ്പോൾ പൊടിയുടെ സമയമല്ലേ. ഇപ്പോൾ എനിക്കൊരിക്കലും ജലദോഷം വരില്ലാത്ത ഒരാളാണ്. പൊടിയടിച്ചിട്ട് ജലദോഷമായി. ജലദോഷം എന്നും പറയുന്നതിനെ കഴിഞ്ഞ് തുമ്മൽ പറയുന്നത് ഒറ്റ ഇപ്പോൾ 25 പ്രാവശ്യമൊക്കെ തുമ്മുമ്പോൾ ഒരു രസമല്ലേ. തുമ്മി കഴിയുമ്പോഴാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാരി, കുറച്ച് ചുരിദാർ സെറ്റിംഗ് ആണ് കേട്ടോ. ഇത് നല്ല നെറ്റ് കോട്ടയുടെ ഫാബ്രിക്കാണ്. ഇത് ഇന്നലെ ഞാൻ ഇതിൻ്റെ വേറൊരു മോഡൽ കാണിച്ചായിരുന്നു. ഇത് ബോഡി ഫുള്ള് ഇങ്ങനെ വർക്കുള്ള അടിപൊളിയാണ്, രസമാണ്. ഇത് ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോയ്ക്കകത്ത് ഞാനത് പറഞ്ഞതുണ്ട്. ഇത് കണ്ടോ, ഇത് ശരിക്കും എംബ്രോയ്ഡറി വർക്ക് ആയി ചെയ്തിരിക്കുന്ന ബോഡിയെ ഫുള്ള് പ്രിൻ്റ് അല്ല, ഫുള്ള് എംബ്രോയ്ഡറിയാണ്. നല്ല ക്ലാസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി. ഇങ്ങനെ ടാസിലൊക്കെ പിടിപ്പിച്ചത് കണ്ടോ. ഇതാണ് ബോഡി, ഇതാണ് മുന്താണി, ഇതാണ് സാരി. ഇതൊരു വൈറ്റ് ഷെയ്ഡേ കൂടെ ഒരു പീച്ചിൻ്റെ റെഡല്ല പീച്ചാണ് അല്ലേ, പീച്ചല്ലേ, പീച്ച് മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട്. ഇത് ഈ ഒരു സൈഡ് മാത്രം, ഇത് കണ്ടോ, ഇത് വരുന്നത് ദാമൻ പോർഷനാണ്. അതായത് നമ്മുടെ പ്ലീറ്റ്സ് കുത്തുന്നതിൻ്റെ ഈ സൈഡില്ലേ, പ്ലീറ്റ്സ് കുത്തുന്നതിൻ്റെ ഇങ്ങേ സൈഡ് അവിടെ മാത്രം താഴെ, ബാക്കി ഫുള്ള് ബോഡിയിലും മുന്താണിയിലും എല്ലാം നിറച്ചും എംബ്രോയ്ഡറി വർക്ക് ചെയ്ത നെക്കോട്ടായി തീർത്ത സാരി. ബ്ലൗസ് പ്ലെയിൻ ആണ്, വൈറ്റ് പ്ലെയിൻ. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്, വൈറ്റ് പ്ലെയിൻ. സീത്രൂ ആണോ എന്ന് ചോദിച്ചാൽ ഇത് സീത്രൂ ആണെന്ന് പറയാം. അല്ലാത്തടത്ത് നോക്കുമ്പോൾ സീത്രൂവാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുമ്പോൾ നോക്ക്, ഇവിടെ മുഴുവനും വർക്കല്ലേ ഉണ്ടാവും. അപ്പോൾ സീത്രൂ അല്ല, അങ്ങനെ ആകത്തില്ല. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു അങ്ങനെ പ്രശ്നമുള്ളവർക്ക് ആ ഒരു പ്രശ്നം മാറിക്കിട്ടും, നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. ഈ നെറ്റ്കോട്ട ഈ പറയുന്ന പോലെ സാരി ഫോളും ഒക്കെ അങ്ങോട്ട് വെച്ചിട്ട് അതിന് ചേരുന്ന ഓർണമെൻറ്റ്സും ഒക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലാസ് ലുക്കാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ നിറച്ചും എംബ്രോയ്ഡറി വർക്കും കൂടി ഒക്കെ ആകുമ്പോൾ പ്രിൻറ്റിന് അത് ഇത്രയും ഒരു പകിട്ട് കിട്ടത്തില്ല. അതേസമയം വർക്ക്, ഇപ്പോൾ ത്രെഡ് വർക്കാട്ടെ, കട്ട് വർക്കാട്ടെ, അല്ലെങ്കിൽ എംബ്രോയ്ഡറി വർക്കാട്ടെ, അതൊക്കെ ചെയ്ത് ആ വർക്ക് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാശ് മുടക്കിയ സാരി. ഇനി അതിൻ്റെ കളർ ചേഞ്ച്, ആ പീച്ചിൻ്റെ സ്ഥാനത്ത് വയലറ്റ്, ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നിട്ട് ടാസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാരി. അടുത്തത് ഇങ്ങനെ ഒരു വർക്ക് നിറച്ചും കൊടുത്തിരിക്കുക. ഇതിപ്പം നിങ്ങൾ നോർത്ത് നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ പരിപാടി ഇങ്ങനെ കേട്ടോ. ഇങ്ങനത്തെ സാധനമൊക്കെ കാണുമ്പോൾ ഞാൻ ഇത് ചെയ്ത ആ ഒരു സംഭവം ഓർക്കും. ഇത്ര ഇങ്ങനെ നമുക്കിതൊക്കെ ഒരു വെറും നിസ്സാരമല്ലേ. നമ്മളിത് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നിലെ ആ ഒരു അധ്വാനത്തെ നമ്മൾ ഓർക്കാറില്ലല്ലോ. പക്ഷെ ഇതൊന്ന് ചെയ്യുന്ന ആളുടെ ആ ഒരു സ്കിന്നൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സാധനം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി പിടിക്കുക പോലും ചെയ്യാതെ, മെഷീനായിരിക്കും ചെയ്തേക്കുന്നത്, മെഷീനാണെങ്കിൽ പോലും ആ ഒരു ഇത് ഡിസൈൻ ചെയ്യുക എന്നൊക്കെ ഉള്ളതൊരു ഇത് തന്നെയല്ലേ. എന്ത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കഴിവിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അടുത്തത് നല്ലൊരു സഫേർ ഗ്രീൻ ബ്ലൂ കളർ. ബ്ലൂ ആണോ ഗ്രീനാണോ? ബ്ലൂ രാമാഗ്രീൻ്റെ ഒരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഈ ടാസിലെ നോക്കി അറിയാം കറക്റ്റ്. ടാസിൽ അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ഞാനൊന്ന് നോക്കിക്കോട്ടെ, എനിക്കൊരു ഐഡിയയേ ഇല്ല ഇതിൻ്റെ റേറ്റിനെ പറ്റി. 1599. കണ്ണു പിടിക്കുന്നില്ലെന്നേ, ഭയങ്കര ചെറിയ ഇത്. 1599 ചെറിയ ഇത് ബാർകോഡിൻ്റെ തലേ കാണുന്നില്ല. 1599 രൂപയ്ക്കാണെങ്കിൽ ഈ സാരി ഇത്ര. ഇത് കണ്ടോ, നല്ല ഡിസൈനർ സാരിയാണ് ഇതുണ്ടല്ലോന്നേ. ഇത് സാരിയാണ്, ഇത് ശരിക്കും ഇപ്പോൾ സാരിയാണ്. പക്ഷേ ഇത് ഒത്തിരി പേര് വാങ്ങിച്ചിട്ട് ലാച്ചയായിട്ടും ഷറാറയായിട്ടും ധാവണിയായിട്ടും അങ്ങനെ പല കല്യാണത്തിന് ഇപ്പം പിള്ളേർക്ക് ഇടാനായിട്ട്, ബ്രൈഡൽ ഗേളായിട്ടും ഒക്കെ ഇടാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇത് പെർ മീറ്റർ നമ്മൾ വാങ്ങിക്കാനാണെങ്കിൽ നല്ല റേറ്റ് ആവും. കാരണം ഇത് ഒരു സെമി ഓർഗൻസയിൽ സോഫ്റ്റ് ഓർഗൻസ നെറ്റ് മെറ്റീരിയലിൽ ഇങ്ങനെ നല്ല വർക്ക് ചെയ്തെടുത്തിരിക്കുക. കാരണം ഒന്ന് ഓർക്കണം, നമ്മൾ ഈ നെറ്റ് മെറ്റീരിയൽ ഈ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നല്ല പിടിപ്പത് പണിയാണേ. അപ്പോൾ അതിനുള്ള എടുപ്പാണ്. ഇപ്പോൾ ഈ ബ്രൈഡ്സ് എല്ലാം ഇങ്ങനത്തെ പേസ്റ്റൽ കളറുകളാണല്ലോ ഉപയോഗിക്കുന്നത്. ഇതുണ്ടല്ലോ വന്നിട്ട് ഗ്രേപ്പിൻ്റെ ഒരു നേർത്ത് വരുന്ന ഒരു ഷെയ്ഡാണ്, പേസ്റ്റൽ കളറാണ്. പിന്നെ സാരി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഡിസൈനർ ബ്ലൗസ് ഇടുന്നു. ഞാൻ ഇതിൻ്റെ ബ്ലൗസ് കാണിക്കാവേ, ഒരു മിനിറ്റ്. ഇതിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾ നോക്കുക. ബ്ലൗസ് ലൈനിങ് ഇട്ടിട്ട് ഇത് കണ്ടോ, ബ്ലൗസിൽ ഇങ്ങനെ നല്ല വർക്കാണ്. ബാക്ക് സൈഡിലൊക്കെ കൊടുക്കാനുള്ള ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇങ്ങനെ ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ആ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തേച്ചാൽ മതി. ഇത് വന്നിട്ട് കൈക്കും വെക്കണം.
നല്ല അടിപൊളിയായിട്ട് തയ്ക്കാം, ബ്ലൗസായിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ദാവണിയുടെ ക്രോപ്പ് ടോപ്പായിട്ട് തയ്ക്കാം, ഷറാറയുടെ ടോപ്പായിട്ട് തയ്ക്കാം, അങ്ങനെ പലതി തയ്ക്കാം. ഞാൻ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിക്ക് പറയുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വേറെ പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഷെയ്ഡ് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, അപ്പോൾ അതിനൊന്നും സ്റ്റോക്കില്ല, അതുകൊണ്ട് ഇത് മാത്രം കാണിക്കുന്നത് കേട്ടോ. നല്ല വർക്കുള്ള സാരി, ഫംഗ്ഷൻ ഉള്ളവരോ ഫംഗ്ഷൻ വരാനിരിക്കുന്നവരോ ഭാവിയിൽ ഫംഗ്ഷൻ വരുമെന്നുറപ്പുള്ളവരൊക്കെ വേഗം തന്നെ വാങ്ങിച്ചോളാം. റേറ്റും കൂടെ ഞാനൊന്ന് നോക്കിക്കോട്ടെ, എനിക്ക് മറന്നുപോയി ഇതിൻ്റെയൊക്കെ റേറ്റ് അത്യാവശ്യം. ഇത് തെറ്റാ, 1390 രൂപയോ? നോക്കാം, എനിക്കത്. അടുത്ത സാരി ഒരു റീസ്റ്റോക്ക് സാരി കേട്ടോ. ഈ സാരിക്ക് ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര ആൾക്കാർ ചോദിക്കും. ഇത് നെറ്റ് കോട്ടയിലും വരും, സോഫ്റ്റ് സിൽക്കിലും വരും. ഇതിപ്പോൾ സോഫ്റ്റ് സിൽക്കിലാണ് വന്നിരിക്കുന്നത്. ബഡ്ജറ്റ് റേറ്റ് ആണ്, പക്ഷേ ഹെവി ആയിട്ട് നിറച്ചും അതേ സെൽഫ് കളറിൽ തന്നെ വർക്ക് ചെയ്തിരിക്കുക, എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക കണ്ടോ. ഇങ്ങനെ വരും, മുന്താണിതേണ്ട ഇങ്ങനെ വരും. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലേ. ഇതിൻ്റെ കളേഴ്സ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഈ ഒരു കളറേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. വേറെ പിസ്ത ഗ്രീനും അതും ഇതൊക്കെ കളറുണ്ട്. ബ്ലൗസ് വരുമ്പോൾ അതേണ്ട പ്ലെയിൻ ആയിട്ട് വരും, എന്നിട്ട് ഇങ്ങനെ സ്കാലപ്പ് വരും സൈഡിൽ. മഡ്കാ ടെസർ, മഡ്കാ ടെസർ ഞാൻ സെമി സിൽക്ക് എന്നല്ലേ പറഞ്ഞേ. മഡ്കാ ടെസറിൻ്റെ എല്ലാം സിൽക്ക് തന്നെയാണല്ലോ. മഡ്കാ ടെസർ സിൽക്ക് സോഫ്റ്റ് സെമി, ഇതും അത് തന്നെ. അതിൻ്റെ വേറൊരു പ്രിൻ്റ്, അത് സെൽഫായിരുന്നെങ്കിൽ ഇത് കോൺട്രാസ്റ്റിൽ വരും. ഇതിപ്പം ആ സെയിം കളറിൽ, അതായത് ഒരു ഒനിയൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്രേപ്പിൻ്റെ ഒക്കെ നേർത്ത് വരുന്ന ഒരു ഷെയ്ഡ്, അതിൽ കൂടെ വൈറ്റ് വരും. അത് അതിൽ സെൽഫ് തന്നെ വരും. ഓരോരുത്തർക്കും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്, അതനുസരിച്ച് ചൂസ് ചെയ്യാൻ. മഡ്കാ ടെസറിൻ്റെ സ്റ്റഫാണ്, ഒരു ചെറിയ ഗ്ലോയിയാണ്, ഓവറായിട്ടുള്ള ഗ്ലോയി അല്ല. ബ്ലൗസ് പ്ലെയിനാണ്. കണ്ടോ, ഇനി ഇത് കണ്ടോ. അടുത്ത സാരി നല്ല ബഡ്ജറ്റ് റേറ്റ് വരുന്നത്. ഇത് ഞാൻ ഇതിൻ്റെ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട്, ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഡിമാൻഡാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ ഡാർക്ക് ഫ്ലോറിൽ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇത് ബോഡിയിൽ നിറച്ചും ഇങ്ങനെ ഒരു സൈസ് വർക്ക് പോകുന്നുണ്ട്. ഈ വർക്ക് പോകാത്തത് ബോഡിയിൽ ഈ ഒരു സെൽഫ് വർക്ക് പോകാത്തത് വരുന്നുണ്ട്, അതിന് റേറ്റ് കുറവാണ്. ഇത് ബോഡി ഫുള്ള് വർക്ക് വന്നിട്ട് നല്ലൊരു ഡിസൈനർ സാരി കളക്ഷൻസിൽ നമുക്ക് പെടുത്താവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ബ്ലൗസ് വേണമെങ്കിൽ, ഇതിൻ്റെ ബ്ലൗസ് ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ്. ആ ബ്ലൗസ് വേണമെങ്കിൽ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഇതിപ്പോൾ കണ്ടോ ടാസിൽ വന്നിരിക്കുന്ന മജന്ത, പിങ്ക്, ഡാർക്ക് പിങ്ക്, മജന്ത, അല്ലെങ്കിൽ പിങ്ക് എന്ന് മജന്ത എന്നൊക്കെ പറയും, ക്രീമും കൂടെ കൂട്ടിയിട്ടാണ്. ഇതിപ്പോൾ ക്രീമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മിൽക്കി അല്ല, അങ്ങനെയും പറയാൻ പറ്റത്തില്ല, ഒരു യെല്ലോയുടെ ഒരു നേർത്ത കളർ, മിൽക്കി വൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്ന് പറയുന്ന കൂട്ടൊരു കളർ കേട്ടോ. ക്രീം, തനി ക്രീമല്ല, നല്ല ലൈറ്റ് ഷെയ്ഡ്, എന്നിട്ട് ചെറിയൊരു ഗോൾഡൻ സെറി ഇങ്ങനെ പോയിട്ടുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ അതിനൊരു ഫങ്ഷൻ ഫീൽ നമുക്ക് നല്ലതായിട്ട് കിട്ടും. നല്ലൊരു എന്താ പറയുന്നത്, ഇഷ്ടപ്പെടും. ആർക്ക് കണ്ടാലും ഈ സാരി നിങ്ങളിപ്പോൾ വാങ്ങിച്ചാലും നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നും. നല്ലൊരു ഇതാ കണ്ടോ, നല്ല രസമല്ലേ. സിമ്പിളാണ് എലഗൻ്റ് എന്ന് പറയുന്ന ഒരു ഇത്. ആ ഒരു അവിടെയായിട്ട് ആ ഫ്ലോറിൽ പോയേക്കുന്നൊക്കെ ഒരു നല്ല രസമാണ്. പിന്നെ അതിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് പിങ്ക് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ രസമാണെന്ന് എൻ്റെ ഒരു തോന്നുന്നു. കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുമ്പോൾ നമ്മുടെ സാധാ പഴയ ആ ട്രഡീഷണൽ ലുക്ക് ബ്ലൗസ് മുന്താണി വന്നിട്ട് ഇങ്ങനെ വലിയ ഫ്ലോറിലെ. പക്ഷേ ഇതിൽ ഈ നല്ല ലൈറ്റ് പിങ്ക് കളർ, ഡാർക്ക് എടുക്കാതെ ലൈറ്റ് പിങ്ക് കളറുള്ള ബ്ലൗസൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇനി അതിൻ്റെ തന്നെ പിസ്ത ഗ്രീൻ ഷെയ്ഡ്. പിസ്ത ഗ്രീൻ എന്ന് കറക്റ്റ് പറയത്തില്ല, പിസ്ത ഗ്രീൻ ആണ് കളറ്. അതിൻ്റെ ലൈറ്റാണ്, ഭയങ്കരമായിട്ട് അതിൻ്റെ ലൈറ്റാണ് ഷെയ്ഡ്. കണ്ടോ, ഒന്നാണ് ഇങ്ങനെ. ഒന്നാണ് ഇങ്ങനെ. ഇതൊരു സിമ്പിളാണ്, എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാരി. എല്ലാ സാരിക്കും ഞാൻ പറയുന്ന ആ പതിവ് പല്ലവി ഞാൻ ഇതിനും പറയുക. എന്താണെന്ന് ചോദിച്ചാൽ
സാരി ഫോൾ വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനത്തെ സാരികൾ കാണുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സാരി ഫോൾ വെച്ച് കൊടുക്കണം. ഇത് സെമി ലിനിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ്. ഇത് കണ്ടോ, ഡിസൈനർ സാരി കാറ്റഗറിയിൽപ്പെട്ട സാരി. സാരി ഇങ്ങനെ ഇരിക്കും, താഴത്തെ ബോർഡർ ഇങ്ങനെ വരും, ഇങ്ങനെ മൾട്ടി കളേഴ്സിൽ മസ്റ്റാർഡ് യെല്ലോ, മെറൂൺ, സിൽവർ ബോർഡർ. മേളിൽ മസ്റ്റാർഡ് യെല്ലോ ഇല്ല, മെറൂണും സിൽവറും മാത്രമേ ഉള്ളൂ. മസ്റ്റാർഡ് യെല്ലോനെ ഒഴിവാക്കി ഇത് വരും മുന്താണി. നല്ല രസമല്ലേ? സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള സാരി. എല്ലാ സാരിക്കും വിദ്യ പറയുന്ന പേരാണ് സിമ്പിൾ ആൻഡ് എലഗൻറ്റ്. അതല്ലേ നല്ലത്? ശരിക്കും ഞാൻ ചോദിക്കുക, ഒരു മജോറിറ്റി ആൾക്കാർക്കും അതാണ് ഇഷ്ടം. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണ്, ഒക്കേഷൻസ് അനുസരിച്ചിരിക്കും നമുക്ക് സിമ്പിൾ ആകണോ അല്ലാതെ കുറെ കൂടെ ഗ്രാൻഡായിട്ട് നിൽക്കണോ എന്നുള്ളതല്ലേ. നമ്മുടെ വീട്ടിലെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മൾക്ക് അതുപോലെ ഒരു നോർമൽ ഡേക്ക് നമ്മൾ അങ്ങനെ ഉടുക്കും. അതേസമയം നമ്മളിപ്പം ഓഫീസിലൊക്കെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സാരി ആയത്. ഓഫീസിലൊക്കെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിലോ ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടുള്ളിടത്തൊക്കെ പോകാൻ പറ്റുന്ന ഒരു സാരി. എന്നാൽ ഭയങ്കര ഫങ്ഷൻ വെയർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു നീറ്റ് ലുക്കാണ്. കാറ്റഗറിയോ പ്രായമോ, കാറ്റഗറി മീൻസ് കളർ, അതോ പ്രായമോ ഒന്നും ഒരു ഇതിനകത്ത് ഘടകമേ അല്ലാത്ത ഒരു സാരി. ബ്ലൗസ് വന്നിട്ട് കോഫിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബ്ലൗസ് കോഫി കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ. പിന്നെ കുറച്ച് ചുരിദാർ സെറ്റ് കാണിക്കാം കേട്ടോ. ചുരിദാർ സെറ്റ് കാണിക്കാവേ. ഇത് മഡ്ക ടസറാണ് മെറ്റീരിയൽ. ഇതിൻ്റെ ഉണ്ടല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതിൻ്റെ ഈ ഒരു ഡിസൈനിൽ പല മെറ്റീരിയൽ, ലിനൻ അല്ല കോട്ടണിനകത്ത് ഇറങ്ങുന്നുണ്ട്, അതുപോലെ ചന്തേരിക്കകത്ത് ഇറങ്ങുന്നുണ്ട്, മഡ്ക ടസറിനകത്ത് ഇറങ്ങുന്നുണ്ട്. മൂന്നിനും 3 റേറ്റ് ആട്ടോ. മെറ്റീരിയൽ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയാം. ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് ബോഡിയുടെ മേൽഭാഗത്ത് ഇങ്ങനെ താഴത്തെ ദാമൻ പോർഷനിൽ ഇങ്ങനെ ഒരു 6 ആഗ് പ്രിന്റ് കൊടുത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് അത് തിരിച്ച് ചെയ്യണോ, ഇവിടെ യോക്ക് പാർട്ടായിട്ട് ഈ 6 ആഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം. ബ്ലൗസ് ബോട്ടം വന്നിട്ട് സാൻഡോൺ ബോട്ടം, ഷോളും സെയിം നല്ല. നമുക്ക് ആ ഷോളിലോട്ട് നിങ്ങൾ നോക്കിക്കുക, ടസറിൻ്റെ തനി ഷോൾ ഇടുന്ന പോലെ തന്നെയല്ലേ. നോക്ക്, ദുപ്പട്ട ഉണ്ടോ? ഇതാണ് ബോട്ടം. ടോപ്പും ഷോളും സെയിമാണ്. താഴത്തെ ഭാഗത്ത്, ഷോളിന് താഴത്തെ ഭാഗത്ത് ആ ഒരു 6 ആഗ് വന്നിരിക്കുന്നു. ഈ ഒരു 6 ആഗ് പ്രിന്റ് എന്ന് പറയുന്നത് ടോപ്പിന് വരുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ദാമൻ പോർഷനിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് യോക്ക് പാർട്ടിൽ വേണമെങ്കിലും കൊടുക്കാം. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേപ്പ് ഷെയ്ഡ്, പല ഷെയ്ഡുണ്ട് കാണിക്കാൻ. ഒത്തിരി കളേഴ്സിന് വരുന്ന ക്രീം മാത്രം വന്നിട്ട് അതിൽ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയല്ലാതെ ഇത് കളറിലായിട്ട് വരുന്നുണ്ട്. മെജോറിറ്റി ആൾക്കാർക്കും കളറിൽ വരുന്നതാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ ക്രീമിൻ്റെ അറ്റത്ത് വരുന്നതാണ് ഇഷ്ടം. ഇത് മെറൂൺ ബോട്ടം, സാൻഡോൺ ബോട്ടം, സെയിം മെറൂൺ തന്നെ. ഇത് ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഒന്നാന്തരമായിട്ട് ഇടാം. കാരണം ഇത് ടസറിൻ്റെ സ്റ്റഫാണ്, അതുകൊണ്ട് നല്ല ഇതായിട്ടിടാം. നല്ല ഒരു പേളുമാലയൊക്കെ വെച്ച് അല്ലെങ്കിൽ നല്ല ഇതുള്ള കമ്മലും ഒക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം. ഇത് ഡെയിലി വെയർ ആയിട്ട് ഇടുന്നത് അല്ല. ഡെയിലി വെയർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും വരത്തില്ല കസ്റ്റഡിയിലെടുത്ത്. പക്ഷെ ഡെയിലി വെയർ ആയിട്ട് ഇടുന്നതിലും ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം. ഒരു സെമി ഹെവി അല്ല, ഹെവി ആയിട്ടൊക്കെ ഇടാൻ അതിൻ്റെ ആ ഓർണമെൻറ്റ്സ് ഇടുന്നതിനകത്തുള്ള ഒരു വ്യത്യസ്തത വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വരുത്താൻ പറ്റും. ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എന്നാന്നാ അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ മേഖല എടുത്ത് നോക്കുമ്പോൾ ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ സാധനത്തിനെയും എത്ര ഇത് ഭംഗിയാക്കി നല്ലൊരു ഡിസൈനറുടെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്കാൻ പറ്റും. അവരിപ്പോൾ ഒരാളെ മേക്കപ്പ് ചെയ്ത് ഇറക്കുന്ന പോലും നല്ലൊരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആക്കാൻ പറ്റും. ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ വലിയ ഹെവി ആയിട്ട് അങ്ങോട്ട് കുട്ടി അടിച്ച് നിൽക്കുന്നല്ല, അതൊക്കെ ഒരു സ്കില്ലാണ് അല്ലേ? ഇത് ബ്ലാക്കിൻ്റെ അറ്റത്ത് ഈ ഒരു കളർ. ക്രീമിൻ്റെ അറ്റത്തുള്ളത് വന്നിട്ടുണ്ടല്ലോ. ഇത് ഇതിനകത്ത് സെറ്റായിട്ട് വരുന്ന കൂട്ടത്തിൽ ക്രീമും കൂടെ കയറി വരുന്ന, അല്ലാതെ ക്രീമേ തന്നെ വരുന്നതുണ്ട്. ക്രീമെന്ന് പറയാൻ പറ്റത്തില്ല, സാൻഡൽ ഷെയ്ഡ്. ഇത് ടോപ്പ്. ഇത് തിരിച്ചോ മറിച്ചോ എങ്ങനെ വേണമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതുപോലെ ചെയ്യാവേ. ഷോളല്ല, ദുപ്പട്ട. ഇങ്ങനെ ഇതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് അതിന് ചേരുന്ന ആക്സസറീസ് ഇടണം. ബോട്ടം സാൻഡോൺ ബോട്ടം. ഫസ്റ്റ് കാണിച്ച് അല്ല, ഇതിപ്പോൾ
ഒനിയൻ കളർ, ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. ഷോള് ഇത് സെയിം ഷോള് തന്നെ, താഴ്ഭാഗത്ത് അങ്ങനെ വരുന്നു, കണ്ട. നല്ല ഷോള് അത്യാവശ്യം സ്മൂത്ത് ആട്ടോ. ടസറിൻ്റെ ഒരു നല്ല ഇത് കിട്ടുന്നുണ്ട്, ലുക്ക് നമുക്ക് കിട്ടും. എന്നും കൊണ്ട് നമുക്ക് മാനേജബിൾ അല്ലാത്ത ഒരു ഷോളല്ലേ ഇത്. പിടിക്കുമ്പോൾ ഇത് കേട്ടോ, പിടിക്കുമ്പോൾ നമുക്കറിയാം. എന്നുകൊണ്ട് ഈ ഷിഫോൺ കിടക്കുന്ന പോലെ ഒട്ടിക്കിട്ടുമെന്ന് വിചാരിക്കരുത്, അങ്ങനെ കിട്ടുന്ന ഒരു സൈസല്ല. ഇനി വേറൊരു ചുരിദാർ സെറ്റ് എന്നാന്നറിയത്തില്ല. ഇവിടെ നമ്മളങ്ങനെ എടുത്ത് വെച്ച 1-2 ചുരിദാർ സെറ്റ് ഞാനങ്ങ് കാണിക്കുന്നേ ഉള്ളൂ. ചുരിദാർ സെറ്റ് കാണിക്കുന്നേ ഇല്ലാത്തൊരു സാധനം ആയതുകൊണ്ടേ. ഇത് കണ്ടോ, ഇതാണ് ചുരിദാർ സെറ്റ്. ഇത്തേല് ഇങ്ങനെ ഫ്രിഞ്ച് നോട്ട് കൊടുത്തിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രിഞ്ച് നോട്ട് കൊടുത്തിരിക്കുക. ഓർഗൻസയാണ് മെറ്റീരിയൽ. പാർട്ടി വെയർ ആയിട്ട് ഇടാൻ നല്ലതാണ്. കൈയുടെ സൈഡിലൊക്കെ വെക്കാനോ അല്ലെങ്കിൽ ദാമൻ പോർഷനിൽ വെക്കാനോ ഇങ്ങനെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രിഞ്ച് നോട്ട് കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെ വരും. ടോപ്പ് വിത്ത് ലൈനിങ് ആണ്, ബോട്ടം ലൈനിങ് വിത്ത് ബോട്ടം. ഇതൊരു ഗ്രേ ഷെയ്ഡാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോളാണ്. കണ്ടോ, ആ ഒരു ഷോള് ഇട്ട് കഴിയുമ്പോൾ 4 സൈഡിലും ലേസ് വർക്ക് കൊടുത്ത ഷോൾ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഭയങ്കരമായിട്ടൊരു എടുപ്പ് കിട്ടും. അതിന് ചേരുന്ന ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻറ്റ്സും കൂടെയൊക്കെ ഇടുവാണെങ്കിൽ, ബ്ലാക്ക് മെറ്റലിൻ്റെയോ അല്ലെങ്കിൽ ബ്ലാക്ക് മുത്തിൻ്റെയോ പേളിൻ്റെയോ ഒക്കെ ഓർണമെൻറ്റ്സും കൂടെ ഇടുവാണെങ്കിൽ കുറേ നല്ലതായിരിക്കും. ഞാൻ ഇങ്ങനെ ഈ ഓർണമെൻറ്റ്സ് ഇടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ആർക്കും ഒന്നും തോന്നില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പെമ്പിള്ളാരെയൊക്കെ ലേഡീസ് നമ്മുടെ കൂട്ടുകാരെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരുക്കി അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിൽ അങ്ങ് പറയുന്നതാണേ. നമ്മുടെ സൗന്ദര്യ സങ്കല്പം പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വേറെ ഉള്ളവർക്ക് അറിയത്തില്ലെന്നോ അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോൾ മടങ്ങിയാണ് ഇരിക്കുന്നത്, അകത്തോട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പോർഷനാണ് ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ലീഫ് ഗ്രീൻ ഷെയ്ഡ്, നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. ബോട്ടം വിത്ത് ദുപ്പട്ട. ഇതിന് ഷോള് വരുമ്പോഴേണ്ട ഇങ്ങനെ വരും. ഇത് ഈ ഫ്രിഞ്ച് നോട്ട് വന്നേക്കുന്നതായത് കൊണ്ട് ഇച്ചിരി റേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ, എനിക്കറിയില്ല. 1799 ഇങ്ങനെ ഇത് ചെയ്ത് വന്നേക്കുന്ന ഓർഗൻസായുടെ മെറ്റീരിയലും കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചുരിദാർ സെറ്റുകൾ കാണിക്കാനാണ് ഒത്തിരി എൻക്വയറി വരുന്നുണ്ട്. ചുരിദാർ സെറ്റ് ഷോപ്പിലില്ലേ എന്നൊക്കെ ചോദിച്ചു വരെ എൻക്വയറി വന്നത് കൊണ്ടാണ്. അയ്യോ, ഷോപ്പിൽ മെയിൻ ചുരിദാർ സെറ്റ് തന്നെയാണ് കേട്ടോ. ചുരിദാർ സെറ്റും കുർത്തിയും. 3-ാം സ്ഥാനേ സത്യം പറയാൻ സാരിക്ക് ഷോപ്പിലും കൊടുത്തിട്ടുള്ളൂ. അത്ര ഇമ്പോർട്ടൻസ് അല്ല ഉണ്ട്, എന്നാലും അതുപോലെ ഉണ്ട് ചുരിദാർ സെറ്റ് ഇല്ലേന്നൊന്നും ചോദിക്കുകയോ ചെയ്യരുത്. അത് എൻ്റെ കുഴപ്പം കൊണ്ട് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.